ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കാറ്ററിംഗ് സ്പെഷ്യലായിട്ട് ടൊമാറ്റോ ഫിഷ് കറി ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തരുന്നത്. എൻ്റെ കാറ്ററിംഗിൽ ഒരുപാട് അഭിപ്രായം കിട്ടിയ നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നല്ലൊരു ദിവസത്തിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങ ഒന്നും തന്നെ അരച്ച് ചേർക്കുന്നില്ല. നല്ല കുറുകിയ ചാറില് മീൻ കഷ്ണങ്ങൾ പൊതിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ പാകം. നമ്മൾ ഈ കറിയിലേക്ക് പച്ചമുളക്, കറിവേപ്പില അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതിൽ തന്നെയും ഇതിനെ കഴിക്കാനായിട്ട് വളരെ സ്വാദാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഏതൊരു റെസിപ്പിയുടെ ഒപ്പം വിളമ്പാനും സൂപ്പർ കറിയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആണ്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ടൊമാറ്റോ ഫിഷ് കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അളവിലാണ് മീനെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ദശക്കട്ടിയുള്ള മീനാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേരയാണ്. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറിക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ്. ഇവിടെ 150 ഗ്രാം അളവിലാണ് കൊച്ചുള്ളിയെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ കാണിച്ച 150 ഗ്രാം അളവില് കൊച്ചുള്ളിയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയെ പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കയ്യിൽ ഉപയോഗിച്ച് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കൊച്ചുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ വറുത്തുപൊടിച്ച ഉലുവയും എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണിലാണ് നമ്മളിപ്പോൾ അളന്നെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പൊടികൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി പൊടികളെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കണം. പൊടികൾ ചേർത്തിട്ട് പാനിന്റെ ചൂടാറി വരുന്നത് വരെയുമാണ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് മുളക് പൊടി ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. 1 മിനിറ്റ് നേരം പാനിൽ ഇട്ട് കൊടുത്ത് പൊടിയെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ തണുത്ത് വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചുകൂടെ വെക്കണം. അതിനുശേഷം നമുക്ക് ഈ കറിയെ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് കൂടെ ചേർത്തൊന്ന് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു വലിയ സവാളയാണ്. ഞാനിവിടെ സവാളയെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി സവാളയെ കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. സവാളയെ വഴറ്റുമ്പോൾ നല്ല മെറൂൺ കളറിലേക്ക് ആയി വരുന്നത് വരെയാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 4 തക്കാളിയും എടുത്തു വെച്ചിട്ടുണ്ട്. സവാള നല്ല മെറൂൺ കളറിലേക്ക് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുവാണ്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളറിലേക്കൊന്നായി വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ട് സവാളയെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പിനെ ചേർത്ത് കൊടുത്താൽ പിന്നെ കൈയെടുക്കാതെ വേണം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ടും. നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളെല്ലാം മുരിഞ്ഞ് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടത്. മസാലകളെ വഴറ്റിയെടുക്കുമ്പോൾ ചെറിയ തീയിലായിരിക്കണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീ കൂടി കരിഞ്ഞൊക്കെ പോവാൻ സാധ്യത കൂടുതലാണ്. നമ്മളിതിലേക്ക് കൊച്ചുള്ളി ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഒരു 3 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും കറിയെ നല്ലതുപോലെ തന്നെ ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. വീണ്ടും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. അതുവരെയാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്.
ഈ ഒരു മീൻകറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതൊരു റെസിപ്പിയുടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് കുടംപുളിയോ വാളംപുളിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതൊന്നും ചേർത്തില്ലെങ്കിലും നമ്മുടെ കറിക്ക് ആവശ്യമായ പുളിയും ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാകും. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച 4 തക്കാളിയെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു തക്കാളിയെ ഒരു 6 കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. തക്കാളി എത്ര നൈസായിട്ട് കട്ട് ചെയ്യുന്നു അത്രയും വളരെ എളുപ്പത്തിലാണ് നമുക്ക് വഴറ്റിയെടുക്കാൻ സാധിക്കുന്നതും. ഇപ്പോൾ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന അരപ്പിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ മീൻ കഷ്ണങ്ങൾ വെന്ത് വരാൻ ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ള ഓടിൻ്റെ ഉരുളി ആയതുകൊണ്ടിട്ടും പെട്ടെന്ന് തന്നെ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ തീയിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പാചകം ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഈ മീൻകറിയുടെ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മൺചട്ടിയോ അല്ലെങ്കിൽ ചുവടുകട്ടിയുള്ള ഉരുളിയോ എടുക്കാവുന്നതാണ്. ഈ ഒരു പാത്രങ്ങളിലേക്ക് കറിയെ പാചകം ചെയ്യുമ്പോഴാണ് നമ്മുടെ കറിക്കും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല പോലെ മുരിഞ്ഞു പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. ഇനി തക്കാളി കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഇതിനെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ തക്കാളിയും നല്ല പോലെ വെന്തുടഞ്ഞ് പാകമായി വരണം. അതുവരെയും നമുക്ക് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. തക്കാളിയെ അരപ്പിൽ ചേർത്ത് വഴറ്റി കൊടുക്കുമ്പോൾ തക്കാളിയിൽ നിന്നും ധാരാളം വെള്ളമെല്ലാം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു വെള്ളത്തിന് നല്ല പോലെ തന്നെ ഒന്ന് വറ്റിച്ച് വഴറ്റിയെടുക്കണം. അതുപോലെ നമ്മുടെ തക്കാളി നല്ലതുപോലെ പെട്ടെന്ന് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചൊക്കെ വേവിച്ചെടുക്കാവുന്നതാണ്. 1 മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് മൂടി തുറന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കേണ്ടതാണ്. ഞാൻ 1 മിനിറ്റ് ഒന്ന് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു 7 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അലിഞ്ഞുകൂടെ ചേർന്നിട്ടുണ്ട്. ഇതേ ഒരു പാകത്തിനാണ് നമ്മുടെ ഗ്രേവി നമുക്ക് റെഡിയായി കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 ഗ്ലാസ് അളവിലാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കറിയിലേക്ക് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നും തന്നെ ഇല്ല. മീൻ കഷ്ണങ്ങളിൽ ഈ ഒരു ഗ്രേവി പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ കറിയെ തയ്യാറാക്കി എടുക്കേണ്ടത്. ചൂടുവെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഒന്നുകൂടിയൊക്കെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത് നല്ല കുറുകിയ പാകത്തിലേക്കായി വരുന്നത് വരെയും നമുക്ക് വീണ്ടും ഇതിനെ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇനി ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ച് കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടിചേർത്ത് ഇളക്കി കൊടുക്കേണ്ടതാണ്. നമ്മുടെ അരപ്പ് നല്ലപോലെ വറ്റി കുറുക്കി പാകമായി വരുന്നത് വരെയാണ് നമുക്കിതുപോലെ ഒന്ന് അരപ്പിനെ മൂടി വെച്ച് വേവിച്ചെടുക്കേണ്ടത്. ഒരു 4 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ കറി ഇതേ രീതിയിലേക്കൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉടൻ തന്നെ മീൻ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ അളവിലാണ് കറിയുടെ ഗ്രേവി ആവശ്യമുള്ളതെങ്കിൽ കറി നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം മീൻ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കറിയുടെ എണ്ണയെല്ലാം തെളിഞ്ഞതിന് ശേഷമാണ് മീൻ കഷ്ണങ്ങൾ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉടൻ തന്നെ മീൻ കഷ്ണങ്ങളെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീൻ കഷ്ണങ്ങളെ ചേർക്കുമ്പോൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുപോലെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ വെള്ളമെല്ലാം വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ മീനിൽ ധാരാളം വെള്ളം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറിയെ നല്ലതുപോലെ വറ്റി കുറുകിയ പാകത്തിനാണ് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന്. മീൻ കഷ്ണങ്ങൾ ചേർത്ത് നല്ലതുപോലെ തിളച്ചു വരുന്ന പാകത്തിന് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കറിയെ മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് അടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വറ്റി കുറുകി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ കറിയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് നമ്മൾ തേങ്ങയൊന്നും തന്നെ അരച്ച് ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻകറി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു ക്രിസ്മസ് നാളിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ലൊരു റെസിപ്പിയാണ്. ഇവരെയും നിങ്ങൾ ഇതുപോലൊരു മീൻകറിയെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയുള്ളൂ
കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പ്രയോജനകരമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.